അസ്സലാമു അലൈക്കും. ഇത് മുത്തഅല്ലിമീങ്ങളും മറ്റെല്ലാ മോമിനീങ്ങളും അറിയാൻ വേണ്ടി ഇൽമ് പഠിക്കല് മിനൽ മഹ്ദി ഇലൽ ലഹദീന പഠനം. അള്ളാഹുവിന്റെ മതം, അള്ളാഹുവിന്റെ ദീൻ പഠിക്കൽ മിനൽ മഹ്ദി ഇലൽ ലഹദി, തൊട്ടിൽ മുതൽ ഖബർ വരെ. അപ്പം എല്ലാ കാലവും പഠിച്ചിട്ട് മുലിയാരായി പരിപൂർണ മുലിയാരാൻ ലോകത്താരും കഴിഞ്ഞിട്ടില്ല, കഴിയില്ല. ഏത് കാലവും പഠിക്കാൻ അത് പൂർത്തീകരണമില്ല, അതിന് അത്ര കൊണ്ട് പഠിക്കാൻ. അപ്പൊ ഇൽമ് എന്ന് പറഞ്ഞത് വലിയൊരു സംഭവമാണ്. എല്ലാവരും ഏത് സമയത്തും പഠിച്ചുകൊണ്ടേയിരിക്കണം. വായിച്ച് പഠിക്കുക, കേട്ട് പഠിക്കുക, ഇൽമിന്റെ സദസ്സിൽ കയറി ഇന്ന് പഠിക്കുക. എല്ലാം പഠിക്കുന്ന എല്ലാം ഞാൻ പഠിച്ച് മതിയായി, എനിക്ക് തികഞ്ഞി, ഞാൻ പൂർത്തിയായി, ഞാൻ എല്ലാത്തിനും വളർമെത്തി എന്നൊരു വിചാരം ഒരുത്തനുണ്ടാവില്ല. എല്ലാവരും പഠിക്കുന്നവരാ. മിനൽ മഹദി ഇലൽ ലഹദി. അപ്പൊ അതുകൊണ്ട് അള്ളാഹു തആലക്ക് വലിയ ഇഷ്ടമാ. അള്ളാഹിന്റെ ഇൽമ് ഏത് കാലത്ത് എപ്പോ പഠിക്കണം വലിയ ഇഷ്ടാ. അത് പഠിക്കലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കല് വലിയ ഇഷ്ടമുള്ള കാര്യം അള്ളാഹു തആലക്ക്. ഹദീസിൽ കാണാം, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തബിഉ സുന്നത്തി എന്നാണ് ഹദീസിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അനസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ ചര്യ അതേമാതിരി പിൻപറ്റിയവര് എന്ന് ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കൂടെ, മുത്തനബിന്റെ കൂടെ അനസ് റളിയല്ലാഹു നടന്നു പോകുമ്പോൾ ഒരു മരക്കൊമ്പുണ്ടായി പോലെ ജീവിതകാലത്ത്. അന്ന് റസൂൽ അവിടെ കുനിഞ്ഞാ പോയത്. എന്നിട്ട് ആ മരക്കൊമ്പ് മുറിച്ചു പോയിട്ടും അനസ് റളിയല്ലാഹു അതിലെ പോകുമ്പം കുനിഞ്ഞാ പോയത്. മരക്കൊമ്പാടുണ്ടായിട്ടല്ല, നോക്കണം. അതാണ് മുത്തബിഉ സുന്ന, ഇത്തിബാഉ സുന്ന. മുത്തനബിന്റെ ചര്യയോട് പിൻപറ്റ വിധങ്ങൾ ചെയ്ത മാതിരി ചെയ്യാന്ന്. അത്രക്കും കർശമായിട്ട് ചെയ്ത മനുഷ്യനായിന് അനസ് റളിയല്ലാഹു തആല. 10 കൊല്ലക്കാലം റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ തന്നെ ജീവിച്ച മനുഷ്യനാണ് അനസ് റളിയല്ലാഹു തആല. മഹാനവറുകൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹബ്ബ അൻ യൻദുറ ഇലാ ഉതഖാഇല്ലാഹി മിനൻ നാർ. നോക്കി പഠിക്കുന്ന കുട്ടിന്റെ പവർ. നരകത്തിൽ നിന്ന് മോചനം കൊടുത്ത വിഭാഗം നിങ്ങൾക്ക് കാണണോ സ്വഹാബത്തെ? നിങ്ങൾക്ക് ആർക്കോ ഇഷ്ടമുണ്ടോ കാണൽ? എന്നാ ഫൽയൻദുർ ഇലൽ മുതഅല്ലിമീൻ. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന കുട്ടികൾ, അവരെ കൊള്ള നോക്കട്ടെ. മുതഅല്ലിമീങ്ങളാണ് അള്ളാഹു തആല നരകത്തിൽ നിന്ന് ഇതൊക്കെ ചെല്ലിയ, നരകത്തിൽ നിന്ന് കാവല് കൊടുത്ത്, നരകത്തിൽ നിന്ന് മോചനം കൊടുത്തവരാണ് ആര്? മുതഅല്ലിമീങ്ങൾ. അപ്പൊ അത് അവര് മറ്റുള്ള ആളുകൾ മാതിരി അല്ലാത്തവരുണ്ടല്ലോ, അവരെ ബന്ധപ്പെട്ട വിഷയം അതാ ഇത് ഇൽമു പഠിക്കൽ. എന്നിട്ട് മുത്തനബി പറയുന്നു, ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, മാമിൻ മുതഅല്ലിമിൻ, ഒരു പഠിക്കുന്ന കുട്ടിയും തന്നെ ഇല്ല, യഖ്തലിഫു ഇലാ ബാബിൽ ആലിമി, ഒരു പണ്ഡിതന്റെ ഉസ്താദിന്റെ ഗേറ്റിലേക്ക്, വാതിൽക്കലേക്ക്, ഡോറിന്റെ അരികത്ത് പോവുകയും വരികയും ചെയ്യുന്നു, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഹർഫിൻ വബികുല്ലി ഖദമിൻ ഇബാദത സനത്തിൻ, ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി ഓരോ ചെറുപ്പടിക്കാലിനും ഓരോ ഹർഫിനും അള്ളാഹു തആല കൊടുക്കുന്ന. ഉസ്താദിന്റെ റൂമിന്റെ അരികത്തേക്ക് ഇൽമു ചോദിക്കാൻ പോവുകയും വരികയും ചെയ്ത കുട്ടീന്റെ കാൽപ്പാടിന് അള്ളാഹു കൊടുക്കുന്നത്. വബനാ ലഹു ബികുല്ലി ഖദമിൻ മദീനതൻ ഫിൽ ജന്നാ, സ്വർഗത്തിൽ ഒരു തോട്ടം തന്നെ, ഒരു പട്ടണം തന്നെ അള്ളാഹു ഓരോ ചെറുപ്പടിക്കാലിനും ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. വയംസി അല്ലല്ലി, ആ കുട്ടി ഭൂമിയിലൂടെ നടക്കുമ്പോ വല്ലല്ലു തസ്തഗ്ഫിറു ലഹു, ആ കുട്ടിക്ക് വേണ്ടി ഭൂമി പൊറുക്കലിനെ തേടുകയല്ലേ. വയുംസി വയുസ്ബിഹു മഗ്ഫൂറൻ ലഹു, നേരം വെളുക്കുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും ആ കുട്ടി എല്ലാ പാപത്തിനെ തൊട്ടും പൊറുക്കപ്പെട്ടവനായി മാറുകയല്ലേ. വശഹിദത്ത് ലഹുൽ മലായികത്തു, മലക്കൾ കുട്ടിക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നില്ലേ. വയഖൂലൂന, എന്നിട്ട് മലക്കൾ പറയുന്നില്ലേ, ഹൗലാഇ ഉതഖാഉല്ലാഹി മിനൻ നാർ, ഈ വിഭാഗം, അതായത് മതപഠനം പഠിക്കുന്ന കുട്ടികള്, ഭൗതിക പഠനക്കാർക്ക് ഈ പദവിയില്ല. അള്ളാഹുവിന്റെ ഇൽമെന്ന് പറഞ്ഞാൽ മതപഠനമാണ്. അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം പഠിക്കുന്ന കുട്ടികളെ പറ്റി മലക്കൾ പറയുന്നു, ഹൗലാഇ ഉതഖാഉല്ലാഹ്, ഈ വിഭാഗം കുട്ടികള് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് എത്തിച്ചില്ല കുട്ടികളാണ് എന്ന് മലക്കൾ വിളിച്ചു പറയുമെന്ന് മുത്തനബി നമ്മോട് പറയുന്നു. അതുകൊണ്ട് ഇൽമിന് ഏത് കാലത്ത് എത്ര പ്രായമുണ്ടെങ്കിലും, പ്രായം കുറഞ്ഞാലും, ഏത് സമയത്തും ഇൽമു പഠിക്കുന്ന സദസ്സിന്റെ ഇൽമിന്റെ സദസ്സിൽ കയറി പഠിക്കുക, ചോദിച്ച് പഠിക്കുക, കണ്ടു പഠിക്കുക.
അങ്ങനൊക്കെ ഇൽമുമായി ബന്ധപ്പെട്ടവർക്കുള്ള സ്ഥാനം റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ, ചെറുതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഇൽമുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. പഠിപ്പിക്കലായിട്ടും അള്ളാഹുവിന്റെ ദീന് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. അത് നമുക്ക് വലിയൊരു പവറുള്ളതാ, ഫളലുള്ളതാ. നിങ്ങൾ നോക്കി, ഇന്നസ്സഫീഹ വഇൻ ഫിൽ മാലി അക്സറല ബിഹി യുഗാലിബു മൻ യുജദ് ലഹുൽ അഖ്ലു വസുർഫത്തും വലഹ അൽഫും മിനദ്ദിജ്ലി മാസയ അഫ്അസഅത് ലൈസ ലഹദ്ദിജ്ലു. റസാനത്തിൽ നോക്കിയാൽ കാണാം, ഇൽമ പഠിക്കുന്ന ഇൽമ കിട്ടിയ ആളുകളെ വിശേഷിപ്പിച്ചായിട്ട് ഇന്ന സഫീഹ വൈൻ ഫിൽ മാലി അക്സറ ലാ ബിഹി യുഗാലിബു മൻ യൂജദു ലഹുൽ അഖ്ലു. ഇൽമുള്ള മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യനോട് ഇൽമില്ലാത്ത ബുദ്ധിയില്ലാത്ത എത്ര ധനം അധികമുണ്ടെങ്കിലും അവന് ഒരു കാലത്തും വിജയിക്കാൻ കഴിയൂല. ഒരു സമയത്തും ഇൽമില്ല, മുതലുണ്ട്, എല്ലാ ഇൽമല്ലാത്ത മറ്റൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് ഇൽമുള്ള ഒരാളെ പരാജയപ്പെടുത്താൻ, ഓവർടേക്ക് ചെയ്യാൻ ലോകത്ത് കഴിയൂല. ഏതുമാതിരി വസുറുഫത്തും വലഹ അൽഫും മിനദ്ദിജ്ലി മാസയ അഫ്അസഅത് ലൈസ ലഹദ്ദിജ്ലു. അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കാല് കൊടുത്തതായ ചേരട്ടകൾ ഉണ്ടല്ലോ, 1000 അതിനപ്പുറം കാലുകൾ കൊടുത്ത ചേരട്ടകള്, ആ ചേരട്ടകൾക്ക് തീരെ കാല് കൊടുക്കാത്ത പാമ്പുകള്, ചേരകളൊക്കെയും ഓടുന്ന മാതിരി ഓടാനോ പോകുന്ന മാതിരി പോകാനോ, കാലില്ലാത്ത ജന്തുക്കൾ പോകുന്ന പാമ്പുകൾ പോകുന്ന മാതിരി പോവാൻ 1000 കാലുള്ള ചേരട്ടക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. കണ്ടോ, ഒരൊറ്റ കാലില്ല ചേരക്കും പാമ്പിനും, ഓടുന്ന കണ്ടില്ലേ? 1000 കാലുണ്ട് ആർക്ക്? ചേരട്ടക്ക്. ഓടാൻ കഴിയോ? ഇല്ല. അതാണ്. അപ്പൊ എത്ര ആണെങ്കിലും, എത്ര ഇൽമ അല്ലാത്ത മറ്റെത്ര എന്തുണ്ടെങ്കിലും ഇൽമുള്ള ആൾ ഓവർടേക്ക് ചെയ്യാൻ ലോകത്താർക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു ആലിമീങ്ങൾ കൂട്ടത്തിൽ ഇഖ്ലാസുറ്റ ആഖിറത്തിന്റെ ആലിമീങ്ങളിൽ മുതഅല്ലിമീങ്ങളും നമ്മളൊക്കെയും എന്റെ മുതഅല്ലിമീങ്ങളൊക്കെയും അള്ളാഹുവെ നീ പെടുത്തണം റഹ്മാനെ. എന്റെ ഉസ്താദന്മാരെ നീ പെടുത്തണം റഹ്മാനെ. ഞങ്ങളൊക്കെ നീ ഉഖ്റവി ആലിമീങ്ങളിൽ പെടുത്തി സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം ചെയ്യണം, നൽകണം റഹ്മാനെ. ഞങ്ങൾക്കൊക്കെയും പഠിച്ചവനെ മക്കത്തും മദീനത്തും പോയിട്ട് ഹജ്ജും സിയാറത്തിന് വല്ലാത്ത ആഗ്രഹമുണ്ട് റബ്ബേ. അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ മക്കൾക്ക് പ്രത്യേക എല്ലാവർക്കും നീ അതിന്റെ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. എല്ലാ മോമിനീങ്ങൾക്കും തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അതിനു മുമ്പ് ഞങ്ങൾ ആരും നീ മൗത്താക്കല്ലേ റഹ്മാനെ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി സലാമത്താക്കണേ. മുത്തനബിന്റെ മുന്നിൽ പോയി ഒരു സലാം പറഞ്ഞിട്ടല്ല ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ. ഞങ്ങളൊക്കെ മുത്തനബിന്റെ ഉമ്മത്തികളാണ്, ഞങ്ങൾ നീ പരാജയപ്പെടുത്തല്ലേ റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.